ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 9ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 2 ഭൂമിയാകുന്നു നാം. ഈ യൂണിറ്റിൽ 3 അധ്യായങ്ങളാണ് ഉള്ളത്. ജയമോഹന്റെ ആന ഡോക്ടർ എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള അതേ പേരിലുള്ള ഒരു ഭാഗം, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഇടശ്ശേരി കവിതകൾ എന്ന കവിതാസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പുളിമാവ് വെട്ടി എന്ന കവിതാഭാഗം, ഡോക്ടർ KS രവികുമാറിന്റെ സഹ്യകാനനത്തിൽ വിരിഞ്ഞ കവിത എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രകൃതി പാഠങ്ങൾ എന്ന ലേഖനം. ഇത്രയുമാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ ആന ഡോക്ടർ എന്ന പാഠഭാഗത്തിന്റെ വിശകലനവും തുടർന്ന് വരുന്ന പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാനും ശ്രദ്ധിക്കുക. അധ്യായത്തിലേക്ക്. ഇന്ന് നമുക്ക് ആന ഡോക്ടർ എന്ന കഥ പരിചയപ്പെടാം. ഈ കഥയുടെ വിശകലനവും തുടർന്ന് വരുന്ന പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. നമുക്ക് അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അതിൻ്റെ മുന്നോടിയായി ചില വരികൾ നൽകിയിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ഇത് അപരിഗ്രഹം എന്ന പ്രഭാവർമ്മയുടെ കവിതാസമാഹാരത്തിൽ നിന്നെടുത്ത ഒരു കവിതാഭാഗമാണ്. കിളിക്കൂട്. കിളിക്കു വേണ്ടത് കിളിക്കൂടെന്നു നാം പറഞ്ഞു പറ്റിപ്പൂ കിളിയെ നമ്മളെ. കിളിക്കുണ്ടാകാശം കിളിക്കൂടായി അതിലുറങ്ങുവാൻ വിടില്ലൊരു കിളിയേയും. എന്താണ്? ഒരു കിളിയെ, ഭംഗിയുള്ള ഒരു കിളിയെ കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് അതിനെ പിടിച്ചു വളർത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഒരു മനോഹരമായ കൂട്ടിൽ ആ കിളിയെ പിടിച്ചിട്ട് സമയാസമയം അതിന് കൊടുക്കേണ്ടുന്ന ആഹാര സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി ആ കിളിയുടെ ജീവിതം സാർത്ഥകമായി എന്നാണ്. അത് തെറ്റായ ഒരു ധാരണയാണ്. കിളിയെ സൃഷ്ടിച്ചിരിക്കുന്നത് അനന്തമായ ആകാശത്തിൽ പറന്ന് ഉല്ലസിക്കുന്നതിനും അതിൻ്റെ സ്വന്തമായ ജീവിതവും ഇരയും തന്നെത്താൻ തേടി പിടിച്ചുകൊള്ളാനുമാണ്. അതിൻ്റെ ജീവിതം അത്തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടുന്നതും. എന്നാൽ മനുഷ്യരായ നമ്മൾ കിളിയുടെ ഭംഗി കണ്ട് അതിനെ പിടിച്ച് നമുക്ക് സൗകര്യമുള്ള ഒരു കൂട്ടിലിട്ട് അതിനിഷ്ടമുണ്ട് എന്ന് നാം ധരിക്കുന്ന ആഹാര സാധനങ്ങൾ കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നു. കിളിക്കുണ്ട് ആകാശം കിളിക്കൂടായി. കിളിക്കൂട് എന്ന് പറയുന്നത് ഇക്കാണുന്ന വിശാലമായ ആകാശമാണ്. അതിന് ഇരുമ്പഴികളുടെ കൂട് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അതിലുറങ്ങാൻ വിടിൽ ഒരു കിളിയേയും. എന്താണ്? ഭംഗിയുള്ള കിളികളെ അങ്ങനെ പറന്നു നടന്ന് ജീവിക്കട്ടെ എന്നു കരുതാനുള്ള മനസ്സ് മനുഷ്യനില്ല എന്നർത്ഥം. ഇത് കിളിയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ മറ്റു മനുഷ്യർ നടത്തുന്ന ഇടപെടലുകളെയും കൈകടത്തലുകളെയുമാണ് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ മനുഷ്യരും ഓരോ ജീവജാലങ്ങളും അവരവരുടേതായ രീതിയിൽ ജീവിക്കാൻ അർഹതയുള്ളവരാണ്. മറ്റുള്ളവരുടെ ജീവിതം കൂടി നാം രൂപകൽപ്പന ചെയ്യുക എന്നാൽ അവരെ അവരുടെ സ്വന്തം ജീവിതം ജീവിക്കാൻ വിടാതെ അതുകൂടി നാം തീരുമാനിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഇത് തികച്ചും മോശപ്പെട്ട ഒരു പ്രവണതയാണ്. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഇതൊരു വലിയ കഥയാണ്. അതുകൊണ്ട് തന്നെ ഇത് വായിച്ച് ഒരുമിച്ച് നമുക്ക് വിശകലനം ചെയ്യാം. നോക്കൂ, ആന ഡോക്ടർ എന്ന കഥയുടെ മുകളിലായി 2 വരി നൽകിയിരിക്കുന്നു. ശ്രദ്ധിക്കുക. ജീവിതത്തിന്റെ പൊരുൾ പാരസ്പര്യത്തിലാണ്. കരുണയോടെയുള്ള ജാഗ്രത അതു കാത്തുവയ്ക്കുന്നു. എന്നുവെച്ചാൽ മനുഷ്യനോ മറ്റു ജീവജാലങ്ങൾക്കോ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. മറ്റുള്ളവരുടെ സഹായത്താലും സഹകരണത്താലുമാണ് ജീവിതം സാധ്യമാകുന്നത്. നമുക്ക് സസ്യലതാദികളെയും മറ്റു ജീവജാലങ്ങളെയും ഒന്നും ആശ്രയിക്കാതെ ജീവിതം സാധ്യമല്ല. അതുപോലെ തന്നെ പ്രകൃതിയിലെ ഓരോ ജീവജാലത്തിനും
എന്തിനെയെങ്കിലുമൊക്കെ ആശ്രയിച്ചു മാത്രമേ നിലനിൽപ്പുള്ളൂ. അങ്ങനെ പരസ്പരം ആശ്രയിച്ചും സഹായിച്ചും ജീവിക്കുമ്പോഴാണ് ജീവിതം ജീവിതവ്യമാകുന്നത്. കഥയിലേക്ക് കടക്കാം. ആന ഡോക്ടർ. മുതുമലയിലെ മൃഗഡോക്ടറാണ് കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി. വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ല് തറഞ്ഞുകയറി ഗുരുതരാവസ്ഥയിലായ പിടിയാനയെ ഡോക്ടർ കെ സാഹസികമായി രക്ഷപ്പെടുത്തുന്നു. വർഷങ്ങൾക്കു ശേഷം ഇതേ അവസ്ഥയിലായ കുട്ടിയാന അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു. 10 മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരില്ല എന്നായിരുന്നു കരുതിയത്. പക്ഷേ ഏതാനും നിമിഷം കൊണ്ട് നന്നായി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഉണർന്നപ്പോൾ മുറിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ കോട്ടിടുകയായിരുന്നു. എന്താണ് ഡോക്ടർ എന്ന് ഞാൻ ചോദിച്ചു. പുറത്ത് ആനയുടെ ശബ്ദം കേൾക്കുന്നു. ചൂരു നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല എന്നാണ് തോന്നുന്നത്. ഞാനും എഴുന്നേറ്റ് എൻ്റെ സ്വെറ്റർ എടുത്തിട്ടു. കാട്ടാനകളാണോ? ഡോക്ടർ ടോർച്ച് ലൈറ്റ് തെളിച്ചു നോക്കി. പൊതുവെ ഈ വഴിക്ക് കാട്ടാനകൾ വരാറില്ല. ഇവിടെ സെൽവയുടെ ചൂരുണ്ട്. എന്തോ കാരണമുണ്ട്. ഡോക്ടർ ഗംബൂട്ടുകൾ എടുത്തിട്ടു കതക് തുറന്ന് പുറത്തിറങ്ങി. പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. ഇരുട്ട് വലിയ കറുത്ത തിരശീല പോലെ തൂങ്ങിക്കിടന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു. കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ. പിന്നെ കറുപ്പിൽ കറകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു. അവ മുഴുത്ത് കാട്ടിന്റെ വിളുമ്പായി, മരങ്ങളായി, ചില്ലകളും ഇലകളുമായി. പിന്നിൽ ആകാശം ചാരനിറത്തിൽ തെളിഞ്ഞു. ഡോക്ടർ അതിനിടയ്ക്ക് ആനകളെ കണ്ടു കഴിഞ്ഞിരുന്നു. ചെറിയ കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു. എവിടെ എന്നു ഞാൻ ചോദിച്ചു. 2 വയസ്സ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ദിക്കിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. എൻ്റെ മാറോളം പൊക്കമുള്ള ആനക്കുട്ടിയെ ഇരുട്ടിൻ്റെ ഉള്ളിൽ ഇരുട്ടിൻ്റെ ചലനമായി ഞാൻ കണ്ടു. ഈ പ്രായത്തിൽ കുട്ടി ഒറ്റയ്ക്ക് വരാറില്ലല്ലോ എന്നു ഞാൻ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് നടന്നു. ഇരുട്ടിൽ വിളക്കു തെളിച്ചാൽ പിന്നെ കണ്ണു കാണാതെയാവും. അതുകൊണ്ട് കണ്ണുമിഴിച്ചു നോക്കി ഞങ്ങൾ നടന്നു. അല്പസമയത്തിനുള്ളിൽ നിലത്തെ ഉരുളൻ കല്ലുകളുടെ മിനുസവും ഇലകളുടെ എണ്ണത്തിളക്കവും കണ്ടു തുടങ്ങി. ആനക്കുട്ടി പതുക്കെ അമറിക്കൊണ്ട് തുമ്പിക്കൈ നീട്ടി മണം പിടിച്ചു. ഈസി ഈസി എന്ന് ഡോക്ടർ പറഞ്ഞു. കൈ രണ്ടും മുന്നിൽ നീട്ടി അദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് നടന്നു. ആനക്കുട്ടി തലയാട്ടി ജേഴ്സി പശു കരയുന്ന ഒച്ചയിൽ ചിഹ്നം വിളിച്ചു. കാലിൽ വ്രണമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു. അതിൻ്റെ ദേഹം ഉലയുന്നത് കണ്ടു. ഡോക്ടർ എന്നോട് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തു ചെന്ന് നിന്ന് കാതിൽ പിടിച്ചു. തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി. തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു. അദ്ദേഹം അതിൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പിക്കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ വീണ് മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി. വരൂ എന്ന് എന്നെ ഡോക്ടർ വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ആ കുട്ടിയാനയുടെ നെറ്റിയിലും ചെവിയിലും തട്ടി സാന്ത്വനപ്പെടുത്തി. അത് തുമ്പിക്കൈ വളച്ച് നീട്ടി എന്നെ തൊട്ട് പരിശോധിക്കാൻ ശ്രമിച്ചു. ഇവനെ ഒന്ന് കിടത്തണം. എന്താണ് പ്രശ്നം എന്ന് നോക്കണം. നീ പോയി എൻ്റെ പെട്ടിയെടുത്തുകൊണ്ട് വാ. ഡോക്ടറുടെ വിളിയിലെ അടുപ്പം ആ സമയത്ത് പോലും എനിക്ക് മനസ്സിലായി. നാവുകൊണ്ട് ബാറ്ററിയെ തൊട്ടതുപോലെ ഒരു ചെറിയ മധുരം. പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അകത്തുപോയി മരുന്നുപെട്ടി എടുത്തുകൊണ്ടുവന്നു. ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുനയെറിഞ്ഞ് തറപ്പിച്ചതിനു ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്നു കടത്തി. കുറേ സമയം അത് അസ്വസ്ഥമായി ആടിക്കൊണ്ടിരുന്നു. കുട്ടിയാനകൾ എന്തിനാണ് തുമ്പിക്കൈ 2 കാലിൻ്റെയും നടുക്ക് മുൻപോട്ടുമായി ഊഞ്ഞാലാടിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. ഇടയ്ക്ക് എന്നെ ഒന്ന് തൊട്ടുനോക്കിയാൽ കൊള്ളാം എന്നും അത് ശ്രമിച്ചു. തുമ്പിക്കൈ കുഴഞ്ഞ് തളരുന്നത് കണ്ടു. കാതുകളുടെ അനക്കം നിലച്ച് പിന്നെയും തുടങ്ങി. കാലുതെറ്റി വീഴാൻ പോയി. ഞെട്ടി കണ്ണു തുറന്ന് എന്നെ നോക്കി. 4-5 തവണ നെടുവേർപ്പെട്ടു. തുമ്പിക്കൈ നിലത്തു വീണ് ഊതി മണ്ണു പറപ്പിച്ചു. പിന്നെ അത് പതുക്കെ മുട്ടുകുത്തിയിരുന്ന് വലതുവശത്തേക്ക് ചെരിഞ്ഞു വീണ് നിശ്ചലമായി. നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ കാതിലൊഴിക്ക്. കുട്ടിയാണ്. കാത് നിലച്ചാൽ തലയ്ക്ക് ചൂട് കയറിയേക്കും, ഡോക്ടർ പറഞ്ഞു. ഞാൻ കുളിമുറിയിലേക്ക് ഓടി. ഞാൻ മടങ്ങി വന്നപ്പോൾ ഡോക്ടർ ആനയുടെ കാലുകൾ ശ്രദ്ധിച്ച് നോക്കുകയായിരുന്നു. ഞാൻ ആനയുടെ കാതുകൾ നനച്ചു. പിന്നെയും കുപ്പി തന്നെ, പക്ഷെ വലുതല്ല. പുണ്ണ് ചീഞ്ഞിട്ടുമില്ല, ഡോക്ടർ പറഞ്ഞു. വിളക്ക് പിടിച്ചോളൂ. ഞാൻ ടോർച്ച് വാങ്ങി വെട്ടം കാട്ടി. കുപ്പിയുടെ അറ്റം എനിക്ക് കാണാനായി. ആന ശ്രദ്ധിച്ച് കാലൂന്നിയാണ് നടന്നിരുന്നത് എന്ന് തോന്നി. ഭാരം കുറഞ്ഞ കുട്ടിയുമാണ്. ഡോക്ടർ ഫോർസെപ്പ് കൊണ്ട് ആ ചില്ലിൽ പിടിച്ച് വലിച്ചെടുത്തു. ചോരയുടെ ഗന്ധം.
ചില്ല് പൊട്ടിയിട്ടില്ലെന്നാ തോന്നുന്നത്. ഭാഗ്യം. ഡോക്ടർ വ്രണത്തിന്റെ ഉള്ളിൽ കൈയിട്ട് നന്നായി തിരഞ്ഞു. വെൽ, ഓൾമോസ്റ്റ് ക്ലീൻ. ലക്കി ഗായ്. പഞ്ഞിയിൽ മരുന്ന് നനച്ച് പുണ്ണിൽ തിരുകി കയറ്റി. അപ്പോൾ ആനക്കുട്ടി ഒന്ന് അനങ്ങി. ഹീസ് അവൈക്ക്. ഞാൻ കുറച്ചു മരുന്നാണ് കൊടുത്തത്. ഡോക്ടർ ആനയുടെ ചെറിയ കൊമ്പുകളിൽ തൊട്ട് ഹീസ് എ ടസ്ക്, മൈ ആൽഫ മെയിൽ എന്ന് പറഞ്ഞു. കുട്ടിയുടെ തുമ്പിക്കൈയിന്റെ മൂക്ക് അനങ്ങിക്കൊണ്ടിരുന്നു. 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും. കാലത്ത് മുതുമലയിലേക്ക് മടങ്ങും. ഡോക്ടർ പറഞ്ഞു. മുതുമലയിലേക്കോ? ഞാൻ ചോദിച്ചു. അതെ, അവൻ അവിടെ നിന്നല്ലേ വന്നിട്ടുള്ളത്. ഡോക്ടർ പറഞ്ഞു. നീ ഇവനെ മുൻപ് കണ്ടിട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ചു നോക്കി. ഇവനെയോ? അതെ. മുഖം കണ്ടാൽ അറിയില്ലേ? 1.5 കൊല്ലം മുൻപ് മുതുമലയിൽ ഒരു വലിയ ആനയ്ക്ക് ഇതേപോലെ കുപ്പിച്ചില്ല് വലിച്ചെടുത്തില്ലേ? അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞ് ഇവനാണ്. ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പിന്നെയും നോക്കി. ആനയുടെ മുഖം എങ്ങനെയാണ് തിരിച്ചറിയുക? ഡോക്ടർ ചിരിച്ചു. ഇപ്പം മനസ്സിലായില്ലേ ആനയുടെ കഴിവ്? ആന എത്ര മനുഷ്യമുഖങ്ങളാ ഓർമ്മിച്ചു വെക്കാറുള്ളത്. ഡോക്ടർ എഴുന്നേറ്റ് കൈകൾ തൂത്തു. ഇത്രയും ദൂരം താങ്കളെ തേടി വന്നതാണോ? അമേസിംഗ് എന്നു ഞാൻ പറഞ്ഞു. പാവം, നല്ല വേദനയുണ്ടാവും. ഈ കുപ്പിച്ചില്ലും കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ദൂരം ഇവൻ നടന്നത്? ഡോക്ടർ, ആന അങ്ങനെയാണ്. അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്താണ് എന്ന് പറഞ്ഞു. ആനകളുടെ ഓർമ്മയെപ്പറ്റിയും ചെറിയ അടയാളങ്ങളെ പോലും മനസ്സിലാക്കി അവ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നതിനെ പറ്റിയും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 100 കിലോമീറ്റർ നടക്കാനാവും. 300 കിലോമീറ്റർ നടന്ന ഒരാളെ അന്വേഷിച്ചു പോയ ആനയുടെ കഥ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും മുതുമലയിൽ നിന്ന് എങ്ങനെയാണ് അവ വന്നത് എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞങ്ങൾ പോയത് ജീപ്പിലായിരുന്നു. അത് നടന്ന് 1.5 കൊല്ലം കഴിഞ്ഞു. മുതുമലയിൽ നിന്ന് ടോപ്പ് സ്ലിപ്പിലേക്ക് വരണമെങ്കിൽ വഴിക്ക് 10 സ്ഥലത്തെങ്കിലും ഗ്രാമങ്ങൾക്കുള്ളിൽ കയറണം. 4 റോഡ് മുറിച്ച് കടക്കണം. ഞങ്ങൾ മടങ്ങി വീടിന്റെ ഉള്ളിൽ കയറുന്നതിന് മുൻപ് ഡോക്ടർ കെ തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ കറുത്ത ചലനങ്ങൾ കണ്ടു. ഒരു വലിയ ആനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ടോർച്ച് പൊന്തിച്ചപ്പോൾ നോ എന്ന് ഡോക്ടർ കെ പറഞ്ഞു. ആനകൾ കുട്ടിയുടെ അടുക്കലെത്തി അതിനെ വളഞ്ഞു നിന്നു. വിളിച്ചുകൊണ്ട് പോകട്ടെ, വരൂ, ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് 30ഓളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു. എന്റെ ദേഹം വിറച്ചു. കോൾമയർ കൊണ്ട് കണ്ണുനീരോടെ ഞാൻ നിന്നു. അറിയാതെ 2 കൈകളും നെഞ്ചോട് ചേർത്ത് കൂപ്പി. ആനക്കൂട്ടം പിന്നെയും ചിഹ്നം വിളി മുഴക്കി. അതെ, ദേവദുന്ദുഭികൾ മുഴങ്ങി. മാനത്തെ പെരുമ്പറകൾ ഗർജിച്ചു. കറുത്ത ആകാശത്ത് ആനമുഖമുള്ള കറുത്ത ദേവഗണങ്ങളുടെ മുഖങ്ങൾ തെളിഞ്ഞു. വരൂ എന്ന് എൻ്റെ തോളത്ത് മുട്ടിയിട്ട് ഡോക്ടർ കെ അകത്തേക്ക് നടന്നു. ആന ഡോക്ടർ ജയമോഹൻ. നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരാണ് എന്നാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ആദ്യത്തെ കഥാപാത്രം ഡോക്ടർ കെ എന്നറിയപ്പെടുന്ന വി കൃഷ്ണമൂർത്തിയാണ്. ഡോക്ടർ വി കൃഷ്ണമൂർത്തി. അദ്ദേഹം ഒരു മൃഗഡോക്ടറായിരുന്നു. ആനകൾക്കു വേണ്ടി ജീവിച്ച, ആനകൾക്കു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിയായിരുന്നു വി കൃഷ്ണമൂർത്തി. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ അധികമാർക്കും അറിയാമായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ മരണശേഷം, പ്രത്യേകിച്ച് ആന ഡോക്ടർ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചതിനു ശേഷം അദ്ദേഹത്തെ മനുഷ്യർ ദൈവത്തെ പോലെ കാണുകയും തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം ആചരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആരായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു മൃഗഡോക്ടറായിരുന്നു. കൂടുതലും ആനകൾക്കു വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചതും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഘട്ടം മാറ്റിവെച്ചതും. ഇതിനകത്ത് മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട്. അത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനാണ്. ഈ സഹപ്രവർത്തകന്റെ പേര് ബഷീർ എന്നാണ്. പത്തനംതിട്ട ഗവി എന്ന് പറയുന്ന സ്ഥലത്തെ മുൻ ഫോറസ്റ്റ് ഓഫീസർ ആയിരുന്നു ഈ ബഷീർ. ഈ ബഷീർ ഇദ്ദേഹത്തോടൊപ്പം, വി കൃഷ്ണമൂർത്തിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയാണ് നോവലിസ്റ്റായ ജയമോഹൻ വി കൃഷ്ണമൂർത്തിയെക്കുറിച്ച്, അതായത് ഡോക്ടർ കെയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നത്. അപ്പോൾ ബഷീർ ഡോക്ടർ കെയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹം നേരിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജയമോഹന് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടിട്ട് ജയമോഹൻ ബഷീർ കണ്ട കാര്യങ്ങളെ താൻ കണ്ടു എന്നുള്ള നിലയ്ക്ക്, അതായത് ബഷീർ കഥ പറയുന്ന തരത്തിലാണ് ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്നത്. ശരിക്കും ബഷീർ തനിക്കുണ്ടായ അനുഭവങ്ങളെ നോവലിസ്റ്റിന് പറഞ്ഞു കൊടുക്കുകയും നോവലിസ്റ്റ് ബഷീർ ഈ കഥ പറയുന്നു എന്ന തരത്തിൽ നോവൽ ആവിഷ്കരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു. അത് ഡോക്ടർ
കൃഷ്ണമൂർത്തി, വി കൃഷ്ണമൂർത്തി എന്ന് പറയപ്പെടുന്ന ഡോക്ടർ കെ അഥവാ ആന ഡോക്ടറും മറ്റൊന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ബഷീറുമാണ്. ഈ ബഷീർ ഡോക്ടർ കെയുടെ കഥ പറയുന്ന തരത്തിലാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. ബഷീർ ആരായിരുന്നു? അദ്ദേഹം പത്തനംതിട്ട ഗവിയിലെ ഫോറസ്റ്റ് ഓഫീസർ ആയിരുന്നു. ബഷീർ പറയുന്ന രീതിയിൽ ജയമോഹൻ നോവൽ എഴുതിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഓർത്തു വയ്ക്കുക. ഒരു സഹപ്രവർത്തകന്റെ അനുഭവത്തിലൂടെ കഥ വികസിക്കുകയാണ്. ആനകൾക്കു വേണ്ടി ജീവിച്ച വ്യക്തിയായിരുന്നു നമ്മുടെ ഡോക്ടർ കെ. അദ്ദേഹം വന്യജീവികൾ ചാകുമ്പോൾ സാധാരണയായി എന്താ ചെയ്യുക? അവയെ കൊണ്ടുപോയി കുഴിച്ചിടുകയോ കത്തിച്ചു കളയുകയോ ആണ് ചെയ്യാറ്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മൃഗങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന ആവശ്യത്തിനു വേണ്ടി ഡോക്ടർ കെ നിരന്തരം പോരാടി. അങ്ങനെ അത് വിജയം കാണുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ, ചത്തുപോകുമ്പോൾ അവയെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു അനുവാദം അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പോസ്റ്റ്മോർട്ടത്തിനുള്ള അനുവാദം നേടിയെടുത്ത് പിന്നെ മരിച്ചുപോയ എല്ലാ ആനകളെയും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അറിയുന്നത്, ഒരു 18ഓളം ആനകളെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവയിൽ 12 എണ്ണവും വെടിയേറ്റാണ് മരിച്ചത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. അതായത് കാട്ടിലെ മൃഗങ്ങളെല്ലാം അപ്രതീക്ഷിതമായി മരിച്ചു പോവുകയല്ല, വേട്ടയാടപ്പെട്ട് മരിക്കുകയാണ്. മനുഷ്യരുടെ ഇടപെടലുകൾ കാരണമാണ് അവ ചത്തുപോകുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ ഒരുപാട് മൃഗങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായ ഒരുപാട് ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ നോവലിൽ ആനകളുമായുള്ള ഡോക്ടറിന്റെ അടുപ്പത്തെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ വളരെ മനോഹരമായി നോവലിസ്റ്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ നോവലിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? ഒരു ആനക്കുട്ടി, ചെറിയ ഒരു ആനക്കുട്ടി അതിൻ്റെ കാലിൽ കൊണ്ട കുപ്പിച്ചില്ലുമായിട്ട് ഈ ഡോക്ടറെ കാണാനെത്തുന്നു. ഈ സംഭവത്തിന് മുന്നോടിയായിട്ടുള്ള കാര്യം കൂടി ഈ നോവലിനകത്ത് പറയുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അതെന്താണെന്നൊന്ന് പറയാം. അതായത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഫോറസ്റ്റ് ഓഫീസർമാർ വന്ന് ഡോക്ടർ കെയോട് പറയുന്നു, കാട്ടിൽ ഒരു ആന മുറിവേറ്റ് അലയുന്നുണ്ട് എന്ന്. മുതുമലയിലാണ് സംഭവമെന്ന് അറിയുന്നു. അപ്പോൾ ഡോക്ടർ അവിടെയുള്ള കുറുമ്പരുമായി ചേർന്ന്, കുറുമ്പരെന്നാൽ അവിടെ ജീവിക്കുന്ന മനുഷ്യരാണ്, ആ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുമായി ജീപ്പിൽ കയറി ഈ ആന നിൽക്കുന്ന ഇടത്തേക്ക് പോവുകയും ആനയെ കാണുകയും ചെയ്യുന്നു. വലിയൊരു ആനയാണ്, ഒരു അമ്മയാനയാണ്. അതിൻ്റെ കാല് കുപ്പിച്ചില്ലുകൊണ്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആനയെ ഡോക്ടർ അവിടെ ചെന്ന് കാണുകയും അതിനെ പരിശോധിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരെല്ലാം ആന പരാക്രമിയായി നിൽക്കുന്നത് കണ്ട് ഭയപ്പെടുന്നുണ്ടെങ്കിലും ഡോക്ടർക്ക് ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ അടുത്തേക്ക് ചെന്നു, ആനയെ പരിശോധിച്ചു, അതിൻ്റെ മുറിവിൽ നിന്ന് കുപ്പിച്ചില്ലെല്ലാം മാറ്റി അതിനെ മുറിവ് വെച്ച് കെട്ടി ഭേദപ്പെടുത്തി. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ അവിടെ കുറച്ച് ആനക്കുട്ടികൾ ഉണ്ടായിരുന്നു. ഈ ആനക്കൂട്ടം ആനക്കുട്ടികളെയെല്ലാം അവരുടെ മധ്യത്തിലാക്കി നിർത്തിയിട്ടാണ് നിന്നിരുന്നത്. അതായത് മനുഷ്യർ അവിടേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ അവിടേക്ക് ചെല്ലുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും ഉണ്ടാകാത്ത തരത്തിൽ കുട്ടികളെ നടുക്കാക്കി ആനകളെല്ലാം ചുറ്റും കൂടി നിന്നിരുന്നു. അപ്പോൾ ഡോക്ടർ അവിടേക്ക് ചെന്നു, മുറിവുണക്കുന്നതെല്ലാം ഈ കുഞ്ഞുങ്ങൾ കാണുകയും ചെയ്തു. ഇത് കഴിഞ്ഞു ഏകദേശം 1.5 വർഷത്തോളം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കഥയിൽ കണ്ട സംഭവം ഉണ്ടാകുന്നത്. രാത്രിയാകുമ്പോൾ ഒരു ആനയുടെ ചൂരെന്ന് പറഞ്ഞാൽ അതിൻ്റെ മണം ഡോക്ടർ തിരിച്ചറിയുകയും അവിടേക്ക് ഡോക്ടർ ടോർച്ചും തെളിച്ച് ഇറങ്ങുകയും ചെയ്യുന്നു. കൂടെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ബഷീറും ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ നോവലിനകത്ത് ഞാൻ, ഞങ്ങൾ എന്നൊക്കെ പറയുന്ന വ്യക്തി, ആ ഞാൻ എന്ന് പറയുന്നത് ബഷീറാണ്, ജയമോഹൻ അല്ല കേട്ടോ. അപ്പോൾ ജയമോഹൻ ബഷീറിൻ്റെ കണ്ണുകളിലൂടെ ഇത് ആവിഷ്കരിക്കുകയാണ്. അപ്പോൾ ഈ സഹപ്രവർത്തകനായ ബഷീറും ഡോക്ടർ കെയും കൂടി ഇരുട്ടിലേക്ക് ഇറങ്ങുകയും അവിടെ ഒരു ആനക്കുട്ടിയെ കാണുകയും ചെയ്യുന്നു. ഡോക്ടർ അവിടെ അടുത്തേക്ക് ചെന്ന് അതിനെ സമാധാനപ്പെടുത്തി അതിനോട് സൗഹൃദത്തിലായതിനു ശേഷം അതിൻ്റെ കാല് പരിശോധിക്കുന്നു. അപ്പോഴാണ് മുഴുവനായിട്ടും ഒരു കുപ്പി അതിൻ്റെ കാലിനകത്തേക്ക് തറഞ്ഞു കയറിയിരിക്കുന്നത്. അതിനെ സമാധാനിപ്പിച്ച് അതിൻ്റെ കാലിലെ മുറിവിൽ നിന്ന് കുപ്പിച്ചില്ല് നീക്കം ചെയ്ത് മരുന്ന് വെച്ച് കെട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് സഹപ്രവർത്തകൻ അടുത്ത് നിൽപ്പുണ്ട്. അദ്ദേഹം അത്ഭുതത്തോടുകൂടി ഡോക്ടറെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നു, ഇവനെ അറിയില്ലേ, ഇവൻ കഴിഞ്ഞ തവണ നമ്മൾ മുതുമലയിൽ പോയി രക്ഷിച്ച ആ വലിയ ആനയുടെ കുഞ്ഞാണ് എന്ന്.
അപ്പോൾ ഡോക്ടർ എങ്ങനെ ഈ ചെറിയ ആനക്കുട്ടിയുടെ മുഖം നോക്കി അതിൻ്റെ ഛായ കണ്ടുപിടിച്ചു എന്നൊക്കെ ഈ സഹപ്രവർത്തകൻ അത്ഭുതപ്പെടുന്നുണ്ട്. മുറിവെല്ലാം വെച്ച് കയറ്റി ഇവർ വീടിനുള്ളിലേക്ക് തിരിച്ചു കയറുന്നു. ആ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് ആനക്കുട്ടി ഒറ്റയ്ക്കല്ല വന്നത്, ഒരു ആനക്കൂട്ടം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നു. ഇവർ അകത്തേക്ക് കയറാൻ സമയത്ത് ഈ ആനകളെല്ലാം ഡോക്ടറോടുള്ള ബഹുമാനാർത്ഥം തുമ്പിക്കൈ ചിഹ്നം വിളിക്കുന്നു. ഇത് കണ്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന് വളരെയധികം അത്ഭുതവും ആദരവും രോമാഞ്ചവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ആ സംഭവം കണ്ടുകൊണ്ട് അദ്ദേഹം ഡോക്ടറെ കൈകൂപ്പി തൊഴുന്നുമുണ്ട്. അപ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സഹവർത്തിത്വം എന്ന് പറയുന്ന ഒരു ആശയത്തിലാണ് ഈ കഥ നിൽക്കുന്നത്. എന്താണ്? പ്രകൃതിക്ക് നിലനിൽക്കണമെങ്കിൽ എന്താവശ്യമാണ്? എല്ലാ ജീവജാലങ്ങളോടുമുള്ള സഹകരണം ആവശ്യമാണ്. അതുപോലെ തന്നെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ അന്നവും വെള്ളവും വായുവും എല്ലാം പ്രകൃതിയിൽ നിന്ന് ലഭിക്കേണ്ടുന്നതുണ്ട്. എല്ലാ ജീവജാലങ്ങളും ചരാചരങ്ങളും പരസ്പരം സഹകരിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം മാത്രമേ ഭൂമിയിൽ സാർത്ഥകമാവുകയുള്ളൂ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നോവൽ ഭാഗമാണ് നമ്മളിന്ന് പഠിച്ചത്. നമുക്കിനി ഈ പാഠഭാഗത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകളാണ് ഇനി നൽകിയിരിക്കുന്നത്. അവ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.